Dear students, ഇന്ന് നമ്മൾ ബാങ്കിങ് കമ്പനീസിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. From the following particulars, prepare the profit and loss account of ABC Bank Limited for the year ending 31st March 2020. Particulars: interest on loans 34,90,000. Interest on loan means ബാങ്ക് ലോൺ കൊടുത്തത് മുഖേന കസ്റ്റമറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾ നമ്പർ പ്രിപ്പയർ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 13, 14, 15 and 16 4 ഷെഡ്യൂളാണ് പ്രിപ്പയർ ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതിൽ 13ാമത്തെ ഷെഡ്യൂൾ നമ്പർ 13ലാണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഓപ്പൺ ചെയ്തത് മുഖേന ബാങ്ക് ഇൻട്രസ്റ്റ് പുറത്തേക്ക് കൊടുക്കുകയാണ്. സോ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസസ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ₹36,50,000 ഷെഡ്യൂൾ നമ്പർ 15. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഇതുപോലെ ലെഡ്ജർ ബാലൻസ് ആയിട്ട് തരികയാണെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നതിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ കമ്മീഷൻ ചാർജ്ഡ് ടു കസ്റ്റമേഴ്സ്. കമ്മീഷൻ ചാർജ്ഡ് ടു കസ്റ്റമേഴ്സ് ഇൻകം ആണ്. സോ ഷെഡ്യൂൾ നമ്പർ 14. ഓഫീസ് എക്സ്പെൻസസ് 15,50,000. ഓഫീസ് എക്സ്പെൻസസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇപ്പോൾ ഷെഡ്യൂൾ നമ്പർ 16. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 19,40,000. ഇതിൻ്റെ കൂടെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ആഡ് ചെയ്യേണ്ടത്. ഷെഡ്യൂൾ നമ്പർ 13. എമൗണ്ട് ചാർജ്ഡ് അഗെയിൻസ്റ്റ് കറണ്ട് അക്കൗണ്ട്സ്. എമൗണ്ട് ചാർജ്ഡ് അഗെയിൻസ്റ്റ് കറണ്ട് അക്കൗണ്ട്സ് ഷെഡ്യൂൾ നമ്പർ 14 ₹1,20,000. റെൻറ്റ് ആൻഡ് ടാക്സസ് 1,80,000 ഷെഡ്യൂൾ നമ്പർ 16 ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ്. ഓവർഡ്രാഫ്റ്റ് മുഖേന കിട്ടിയ ഇൻട്രസ്റ്റ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഓവർഡ്രാഫ്റ്റ് ഷെഡ്യൂൾ നമ്പർ 13 ₹12,80,000. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ഷെഡ്യൂൾ നമ്പർ 16. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് ഷെഡ്യൂൾ നമ്പർ 15. പോസ്റ്റൽ എക്സ്പെൻസസ് 15,000 ഷെഡ്യൂൾ നമ്പർ 16. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ₹39,000 ഷെഡ്യൂൾ നമ്പർ 16. അതർ എക്സ്പെൻസസ് 18,000 ഷെഡ്യൂൾ നമ്പർ 16. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 22,40,000 ഷെഡ്യൂൾ നമ്പർ 13. Then adjustments. Rebate on bills discounted ₹5,20,000. Then provide for taxation at 50% of the profit. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഷെഡ്യൂളിലാണ് വരുന്നത് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലൻസസ് ട്രയൽ ബാലൻസിൻ്റെ മോഡലിലുള്ള ലെഡ്ജർ ബാലൻസസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഓൾറെഡി ഉണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നു റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് 5,20,000. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്ന ഐറ്റത്തിൻ്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് ആഡ് ചെയ്യുകയും അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ള ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 19,40,000 കൂടെ 4,80,000 ആഡ് ചെയ്യുന്നു, 5,20,000 ഡിഡക്റ്റ് ചെയ്യുന്നു. Then provide for taxation at 50% of the profit. ഷെഡ്യൂൾ നമ്പർ ഓപ്പൺ ചെയ്യുക. എല്ലാ ഷെഡ്യൂൾ നമ്പറിൻ്റെയും സം എടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ടാക്സ് ചാർജ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടുള്ള ഇൻകം മൈനസ് എക്സ്പെൻസസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ആ പ്രോഫിറ്റിൻ്റെ 50% ടാക്സ് കൊടുക്കണം. അപ്പോൾ അവിടെ ആ ടാക്സ് ട്രീറ്റ് ചെയ്യുന്നത് എക്സ്പെൻസസിൽ 3 ഹെഡാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് ഷെഡ്യൂൾ നമ്പർ 15.
then operating expenses schedule number 16, then ഷെഡ്യൂൾ ഇല്ലാതെ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞ ഹെഡ് ഉണ്ട്. ആ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് ഈ പറയുന്ന ടാക്സ് എമൗണ്ട് ചാർട്ട് ചെയ്യാനുണ്ടാവുക. ദെൻ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് വിൽ ഗെറ്റ് കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഇതാണ് നമ്മോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് കറണ്ട് ഇയർ പ്രോഫിറ്റിൻ്റെ 25% ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ബാലൻസ് എമൗണ്ട് ബാലൻസ് ക്യാരി ഫോർവേഡ് ടു ബാലൻസ് ഷീറ്റ് എന്ന് എഴുതി കാണിക്കാം. ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഷെഡ്യൂൾ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ പറയാം ബാങ്കിങ് സെക്ടറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 4 ഷെഡ്യൂളുകളാണ് മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. ഷെഡ്യൂൾ നമ്പർ 13, 14, 15 ആൻഡ് 16. ഷെഡ്യൂൾ നമ്പർ 13ഉം 14ഉം ബാങ്കിൽ വന്നിട്ടുള്ള ഇൻകംസും ഷെഡ്യൂൾ നമ്പർ 15ഉം 16ഉം ബാങ്കിൽ നേരിട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചറുമാണ് റൈറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് ഓരോ ഇവൻറ്റും ഇങ്ങനെ ഷെഡ്യൂളിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോണ് പുറത്തേക്ക് കൊടുത്തത് കൊണ്ട് അതിലൂടെ ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതൊരു ഇൻകമാണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ₹3,490. ഇതിൽ 1000 ഒമിറ്റ് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. വലിയ വാല്യൂസ് ആയതുകൊണ്ട് മിക്കവാറും ക്രോർ വാല്യൂസ് ആണ് അധികം ഉണ്ടാവുക. അപ്പോൾ ആ തന്നിട്ടുള്ള ഫിഗേഴ്സിൻ്റെ എല്ലാ ഫിഗേഴ്സിൻ്റെയും 1000 ഒമിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ വലിയ ഫിഗറൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പെട്ടെന്ന് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1000 ഒമിറ്റ് ചെയ്തിട്ടുള്ളത്. 1000 ഒമിറ്റ് ചെയ്തിട്ടും എഴുതാം, അല്ലാണ്ടെയും റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 3,490. ദെൻ നെക്സ്റ്റ് ആയിട്ട് എന്തായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ്. ബാങ്കിൽ കസ്റ്റമേഴ്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്തത് മുഖേന ഇൻട്രസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തേക്ക് കൊടുക്കുന്നു. സോ അതൊരു എക്സ്പെൻസ് ആണ്, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷെഡ്യൂൾ നമ്പർ 15ലാണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. ഹിയർ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ₹3,650. അപ്പോൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. തേർഡ് ഐറ്റം പറയുന്നത് എന്താ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഓൺ ഓപ്പണിംഗ് ബാലൻസ് 1 April 2019. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്ത് അല്ലെങ്കിൽ ലെഡ്ജർ ബാലൻസസിലാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് തന്നിട്ടുള്ളതെങ്കിൽ ദെൻ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് ഏൺ ചെയ്തിട്ടുള്ള ഇൻകത്തിന്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ആഡ് ചെയ്യുന്നു. തെറ്റിപ്പോകരുത്. ട്രയൽ ബാലൻസിനകത്ത് ലെഡ്ജർ ബാലൻസസ് ആയിക്കൊണ്ട് നമ്മൾക്ക് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ഓപ്പണിംഗ് ബാലൻസ് തന്നാൽ അതിനകത്ത് തന്നിട്ടുള്ള ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്ന ഇൻകത്തിന്റെ കൂടെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യുന്നു. ഹിയർ ഇൻട്രസ്റ്റ് ഏൺഡ് ഷെഡ്യൂൾ നമ്പർ 13 ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് പറയുന്ന ഐറ്റം 1940. Then add opening balance of rebate on bills discounted ₹480. We'll get 2,420. Next item commission charged to customers. Commission charged to customers. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ പേര് കമ്മീഷൻ ചാർജ് ചെയ്തതാണ്. അപ്പോൾ ആ കമ്മീഷന് അതർ ഇൻകത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ₹94,000 ഒമിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞു. ₹94. നെക്സ്റ്റ് ഐറ്റം ഓഫീസ് എക്സ്പെൻസസ്. നമുക്കറിയാം എക്സ്പെൻസ് ആണ് എന്നുള്ളത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ ഷെഡ്യൂൾ നമ്പർ 60 ഓഫീസ് എക്സ്പെൻസസിൽ 1,550 ഓഫീസ് എക്സ്പെൻസ്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട്. നെക്സ്റ്റ് ഐറ്റം നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഡിസ്കൗണ്ട് ഇൻട്രസ്റ്റ് ഏൺഡ്. അതിന് കൂടെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യലാണ്. തെറ്റിപ്പോകരുത്. ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്തു. നെക്സ്റ്റ് എമൗണ്ട് ചാർജ്ഡ് അഗെയിൻസ്റ്റ് കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ട് ചാർജ് ഓപ്പൺ ചെയ്തത് മുഖേന നമ്മൾക്ക് കിട്ടിയിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫൈന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെനാൽറ്റി ഒരു കസ്റ്റമറിന്റെ അക്കൗണ്ടിന്റെ മേലെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ഇൻകാണ് ഇവിടെ എമൗണ്ട് അഗെയിൻസ്റ്റ് കറണ്ട് അക്കൗണ്ട് ₹120.
നെക്സ്റ്റ് ഐറ്റം റെന്റ് ആൻഡ് ടാക്സസ്. റെന്റും ടാക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് റെന്റ് ആൻഡ് ടാക്സസ് ₹180. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് പുറത്തേക്ക് കൊടുത്തപ്പോൾ അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഏൺ ചെയ്തു. അപ്പോൾ അത് ഇൻകം ആണ്. സോ ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്രാഫ്റ്റ് 1280. നെക്സ്റ്റ് വൺ ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ. ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ ബാങ്കിനകത്തുള്ള ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുക. അപ്പോൾ അത് എക്സ്പെൻസ് ആണ്. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ ₹42. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇപ്പോൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് കൊണ്ട് കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ എക്സ്പെൻസസ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ₹690. ദെൻ പോസ്റ്റൽ എക്സ്പെൻസസ്. പോസ്റ്റൽ എക്സ്പെൻസസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ദെൻ ഷെഡ്യൂൾ നമ്പർ 60 ₹15. ദെൻ printing and stationery, again operating expenses, printing and stationery ₹39. Then interest on cash credit. Cash credit, overdraft, loan, bills discounted. ഇതൊക്കെ ബാങ്ക് പുറത്തേക്ക് കസ്റ്റമേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്ന ഫോമുകളാണ്. അപ്പോൾ അവിടെ ക്യാഷ് ക്രെഡിറ്റ് അലോ ചെയ്തത് കൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ഏൺ ചെയ്തു. സോ അതെന്ത് ചെയ്യണം? ഷെഡ്യൂൾ നമ്പർ 30 ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറയുന്ന ഐറ്റത്തിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാഷ് ക്രെഡിറ്റ് 2240. ഇനി എന്ത് ചെയ്യണം? ഈ മൊത്തം ഷെഡ്യൂളിനകത്ത് കിട്ടിയിട്ടുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാനുള്ളതാണ്. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ 2 ഇവന്റ് നമ്മോട് പറയുന്നുണ്ട്. എന്തൊക്കെയാ പറയുന്നത്? റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് ₹520. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ബിൽ ഡിസ്കൗണ്ടിന്റെ കൂടെ ആഡ് ചെയ്തു. ദെൻ ക്ലോസിംഗ് ബാലൻസ് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഡിഡക്ട് ചെയ്യുമ്പോൾ 520 നിന്ന് മൈനസ് ചെയ്യുന്നു. വിൽ ഗെറ്റ് 1900. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ കൂടെ സപ്പോസ് ബാലൻസ് ഷീറ്റും കൂടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 5 ഈ അഡ്ജസ്റ്റ്മെന്റ് ട്രീറ്റ് ചെയ്യുക. ഷെഡ്യൂൾ നമ്പർ 5 ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. 520 ആഡ് ചെയ്ത് കൊടുക്കുന്നു 5. ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെന്റ് പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ ₹50%. ദാറ്റ് മീൻസ് 50% പ്രോഫിറ്റിന്റെ മേലെ ടാക്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ടാക്സ് കൊടുക്കുന്നതിന്റെ മുമ്പെയുള്ള പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ നമ്പർ 30 ടോട്ടൽ വാല്യൂ പ്ലസ് ഷെഡ്യൂൾ നമ്പർ 40 ടോട്ടൽ വാല്യൂ. ദാറ്റ് മീൻസ് 8910 പ്ലസ് 214. ഈ വാല്യൂ കൂട്ടുമ്പോഴാണ് ടോട്ടൽ ഇൻകം ജനറേറ്റ് ചെയ്യുക. ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറയുന്ന ഷെഡ്യൂൾ നമ്പർ 50 ടോട്ടൽ വാല്യൂവും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിലെ ടോട്ടൽ വാല്യൂവും കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ 2 വാല്യൂവിന്റെ സമ്മറിയും കൂടി ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യും. അതാണ് ബിഫോർ ടാക്സിലെ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ഈ 2 ഷെഡ്യൂളിലെ ഇൻകത്തിൽ നിന്ന് ഈ 2 ഷെഡ്യൂളിലെ എക്സ്പെൻഡിച്ചറിന്റെ വോളിയം ഡിഡക്ട് ചെയ്യുന്നു. ആ കിട്ടുന്ന വോളിയത്തിന്റെ 50% എന്ത് ചെയ്യുന്നു? ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ നമ്പർ 50 വാല്യൂ പ്ലസ് ഷെഡ്യൂൾ നമ്പർ 60 വാല്യൂ പ്ലസ് ടാക്സ്. ദെൻ ആ 3 വാല്യൂയും കൂടി ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ആ പ്രോഫിറ്റിന് ഈ ക്വസ്റ്റ്യനിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നെറ്റ് പ്രോഫിറ്റ്. പക്ഷെ നമ്മൾ എക്സാമിന് റൈറ്റ് ചെയ്യുമ്പോൾ ഇത് പൂർത്തീകരിക്കണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷെഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് റൈറ്റ് ചെയ്യുന്നു. ആ ഫോർമാറ്റിൽ എന്ത് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റിന്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് കമ്പൽസറി ട്രീറ്റ്മെന്റ് ആണ്. എന്താണോ കറണ്ട് ഇയറിലെ പ്രോഫിറ്റിൽ നിന്നും 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്നിട്ട് ബാലൻസ് ഉണ്ടാകുന്ന ഫണ്ടാണ് ബാലൻസ് ഷീറ്റിലേക്ക് ഷെഡ്യൂൾ നമ്പർ 2 റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ദാറ്റ് മീൻസ് ബാലൻസ് ഫ്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായ ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഗോ ദ ഫോർമാറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്.
അപ്പോൾ നമ്മൾ ഷെഡ്യൂൾസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഷെഡ്യൂളിലെ ടോട്ടൽ വാല്യൂസ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റ് ഡ്രോ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ നെയിം ABC ബാങ്ക് ലിമിറ്റഡ്, ഈ ക്വസ്റ്റ്യൻ്റെ ബാങ്കിൻ്റെ നെയിം ABC ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡ് 31st March 2020 പീരിയഡ് എഴുതുന്നു. പർട്ടിക്കുലേഴ്സ് ഷെഡ്യൂൾ നമ്പർ, കറണ്ട് ഇയർ വാല്യൂ, പ്രീവിയസ് ഇയർ വാല്യൂ. പർട്ടിക്കുലേഴ്സിൽ ഹെഡ് ഇൻകം, സെക്കൻഡ് ഹെഡ് എക്സ്പെൻഡിച്ചർ, തേർഡ് ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദെൻ ഫോർത്ത് ഹെഡ് അപ്രോപ്രിയേഷൻസ്. ദെൻ ഷെഡ്യൂൾ നമ്പർ, ഓരോന്നിനും ഷെഡ്യൂൾ നമ്പർ പ്രൊവൈഡ് ചെയ്യാം. ദെൻ കറണ്ട് ഇയർ വാല്യൂ ആൻഡ് പ്രീവിയസ് ഇയർ വാല്യൂ. അപ്പോൾ പ്രീവിയസ് ഇയർ വാല്യൂ വരയ്ക്കുമ്പോൾ ഇതുപോലെ വളരെ ഷോർട്ടായിട്ട് വരച്ചാൽ മതി. ഇതിനകത്ത് വാല്യൂ ഒന്നും എഴുതാറുണ്ടാവാറില്ല. എക്സാമിന് വരുമ്പോൾ കറണ്ട് ഇയർ വാല്യൂ മാത്രമേ നമുക്ക് തരാറുള്ളൂ. പക്ഷേ ഈ ഫോർമാറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് ഈ കോളം കൂടി ഡ്രോ ചെയ്യണം. നമുക്ക് നോക്കാം. ഷെഡ്യൂൾ നമ്പർ 30 ടോട്ടൽ വാല്യൂ 8910. അതുപോലെ പോസ്റ്റ് ചെയ്യുക 8910. ഷെഡ്യൂൾ നമ്പർ 14 അതർ ഇൻകം 214. ഇത് ടോട്ടൽ ചെയ്യുന്നു 4 then 219 9124 income. Then expenditure, interest expended 15 total value 4340. നമുക്ക് ഷെഡ്യൂൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഷെഡ്യൂളിൽ 1844. ദെൻ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസ്. ഈ പ്രൊവിഷൻ ആൻഡ് കണ്ടിൻജൻസീസിലാണ് നമ്മോട് പറഞ്ഞിട്ടുള്ള ടാക്സ് എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ടാക്സ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് 50%. പ്രോഫിറ്റിൻ്റെ 50% ടാക്സ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എത്ര ടാക്സ് കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടാവുക പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഇൻകം മൈനസ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ രണ്ട് ഷെഡ്യൂളിൽ ഉണ്ടായിട്ടുള്ള എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ബിഫോർ ടാക്സിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ വാല്യൂ നമുക്ക് 9124 ടോട്ടൽ ഇൻകം. ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 6184. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്യും. 0 then 4 9 8 minus 6 2940. ഇതാണ് ടാക്സ് കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ്. ഈ വാല്യൂവിൻ്റെ ഈ പ്രോഫിറ്റിൻ്റെ 50% ടാക്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ 50% ദാറ്റ് മീൻസ് ഡിവൈഡഡ് ബൈ 2 1470. 50% ടാക്സ് പ്രൊവൈഡ് ചെയ്യും. ആ വാല്യൂ നമ്മളിവിടെ ചാർജ് ചെയ്യും 1470. ഇനി ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 6184 പ്ലസ് 1470 4 5 then 6 then 7 7654. അപ്പോൾ ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയത് 9124 ടോട്ടൽ എക്സ്പെൻസസ് 7654. ഇത് കാൽക്കുലേറ്റ് ചെയ്യും. -9124 minus 7654. 0 then 7 4 then 1 1470. That is the current year profit. 1470 current year profit. Previous year profit ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് അലോട്ട് ചെയ്യുക. Then total value 1470. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നേരെ എന്ത് ചെയ്യാം, ഈ അപ്രോപ്രിയേഷൻ്റെ ഹെഡിലെ ടോട്ടൽ വാല്യൂ അത് പോസ്റ്റ് ചെയ്യാം. സെയിം വാല്യൂ 1470. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയിട്ടുള്ള കറണ്ട് ഇയർ പ്രോഫിറ്റിന്റെ 25% എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് മീൻസ് 1470 into 25%. ഇത് വേണ്ട, ഇത് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. കറണ്ട് ഇയർ പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
367.5. അപ്പോൾ 0.5 വന്നതുകൊണ്ട് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു 368. Then balance, that means 1470 minus 368 will get 1102. Then balance carried to balance sheet 1102. ഇതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ്, അതായത് ബാലൻസ് ഷീറ്റ് ഷെഡ്യൂൾ നമ്പർ 2 റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് ഈ പറയുന്ന എമൗണ്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കമ്പനി ബാങ്കിങ് സെക്ടറിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർമാറ്റിന് മാറ്റം വരുത്താൻ പറ്റില്ല. ഇങ്ങനെ തന്നെ 4 ഹെഡും റൈറ്റ് ചെയ്യണം. എന്നിട്ട് ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്. അപ്പോൾ ടാക്സ് കൊടുക്കാൻ ക്വസ്റ്റ്യൻ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടാക്സിന്റെ വോളിയം ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസ് ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂവിന്റെ എത്ര പെർസെൻറ്റേജ് ആണോ ക്വസ്റ്റ്യൻ പറഞ്ഞുള്ളത് അത്രയും പെർസെൻറ്റേജ് ടാക്സ് കൊടുത്തതായിട്ട് പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസിയിൽ റൈറ്റ് ചെയ്യുന്നു. ദെൻ ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ടാക്സ് will get the current year profit. Current year profit is 25% transfer to statutory reserve. The balance carry forward to reserve and surplus of balance sheet. Okay.